ഞാൻ തൃക്കരിപ്പൂരിൽ വന്നിറങ്ങിയ നിമിഷം മുതൽ പറയുന്നതാണ് ഇതൊരു ഇടത് കോട്ടയാണെന്നുള്ളൊരു വ്യാജ നറേറ്റീവാണ്. ആ വ്യാജ നറേറ്റീവ് ഞങ്ങൾ തകർക്കും. ഇത്തവണ UDFന് അനുകൂലമായിട്ടുള്ള ജനവിധി തൃക്കരിപ്പൂരിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം ഉണ്ടാവും. ഈ SIR-ൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ പല സ്ഥലത്തും വോട്ടാണ് UDFിനാണ് ഗുണം ചെയ്യുന്നത്. തൃക്കരിപ്പൂരിൻ്റെ ഒരു കണക്ക് അങ്ങനെ തന്നെയാണ്. അല്ല, തൃക്കരിപ്പൂരിലും ഈ SIR-ൽ സംസ്ഥാനത്തിന് ഏറ്റവും കുറവ് വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടൊരു സ്ഥലമാണ് തൃക്കരിപ്പൂർ. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ BLOമാരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അതിൽ വലിയ ക്രമക്കേടുകൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ഡീറ്റെയിലേക്ക് പോകുന്നേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും നിരവധി വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരിച്ചുപോയവരുടെ വോട്ട് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും കള്ളവോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ നാട്ടിലില്ലാത്തവരുടെ വോട്ടുകൾ വളരെയധികം വ്യാജമായി ചെയ്തിട്ടുണ്ട്. അതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പ്രിസൈഡിംഗ് ഓഫീസർമാരും എല്ലാവരും കൂട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ കഴിവിൻ്റെ പരമാവധി തടയാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി. പല ബൂത്തുകളിലും ഏജൻറ്റുമാരെ ഇരുത്താൻ അനുവദിക്കാത്ത പ്രശ്നങ്ങളും ആക്രമിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. നമ്മുടെ ഒരു വനിതാ ഏജൻറ്റിനെ നായ്ക്കൊർണപ്പൊടി എറിഞ്ഞ് അവരെ ആശുപത്രിയിലാക്കുന്ന വിഷയമുണ്ടായി. പലയിടത്തും മർദ്ദിക്കുന്ന, ഇപ്പോൾ CMPയുടെ നേതാവായിരുന്ന ഞങ്ങളുടെ ഒരു ഏജൻറ്റിനെ ആ ഇലക്ഷന് ശേഷം മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. പല സ്ഥലങ്ങളിലും ഞാൻ നേരിട്ട് പോയിട്ടാണ് തിരഞ്ഞെടുപ്പിന് ശേഷം വൈകിട്ട് ഏജൻറ്റുമാരെ രക്ഷിച്ചു കൊണ്ടുവരുന്നത്, അവരെ വീടുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ടുള്ളൊരു വിജയത്തിലേക്ക് ഇത്തവണ തൃക്കരിപ്പൂരിൽ UDF പോകും. ജനാധിപത്യത്തിൻ്റെ ഒരു പൊൻപുലരി തൃക്കരിപ്പൂരിൽ നാളെ 11 മണിയോടുകൂടി ഉദിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. BJP അവിടെയുള്ള BJPയുടെ നേതാക്കന്മാരുടെ ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് നിങ്ങളുടെ വിജയം ഇല്ലാതാക്കാൻ വേണ്ടി BJP ഒരു ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. ഏത് സ്വഭാവത്തിലുള്ള ജാഗ്രതയെന്നല്ല, സന്ദീപ് വാര്യരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് BJPയുടെ പുതിയ അജണ്ടയാണ് എന്നതാണ്. അതിനെങ്ങനെയാണ് അത് തെരഞ്ഞെടുപ്പ് നോമിനേഷൻ ഫയൽ ചെയ്ത നിമിഷം മുതൽ നിങ്ങൾ കാണുന്നതല്ലേ? BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ഒരു പ്രൊഫഷണൽ ടീമിനെ എൻ്റെ നോമിനേഷൻ തള്ളിക്കാൻ വേണ്ടി അയക്കുന്നു. അവർ CPM-മായി ചേർന്ന് ഒരുമിച്ച് നിന്നിട്ടാണ് അവിടെ ഫൈറ്റ് ചെയ്തത് എൻ്റെ നോമിനേഷൻ തള്ളിക്കാൻ വേണ്ടി. അതിലവർ പരാജയപ്പെട്ടു. അതിനുശേഷം അവർ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തുടനീളം അവർ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഡീലുണ്ടല്ലോ. അതല്ലെങ്കിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ മാത്രമുള്ളൊരു 2020 എന്ന് പറയുന്നൊരു പാർട്ടി, നിങ്ങൾക്കറിയാം, കാസർഗോഡ് ജില്ലയിൽ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റാനുള്ള ആൾ പോലും ആ പാർട്ടിയിലില്ല. പക്ഷേ അങ്ങനെ ഒരു പാർട്ടിയുടെ ആരും കേൾക്കാത്തൊരു പാർട്ടിക്ക് ഒരു ചക്ക ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ ആ ഡീലിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ ഡീലുകൾക്കപ്പുറം ഈ തൃക്കരിപ്പൂരിലെ പൊതുസമൂഹമുണ്ട്. ഒരുപക്ഷെ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വോട്ട് ചെയ്തവരായിരിക്കാം. പക്ഷേ അവർക്ക് ഈ 60 വർഷക്കാലത്തെ ഇടത് ഭരണത്തിൻ്റെ മോചനമാണ് വേണ്ടത്. അപ്പോൾ BJPയുടെ നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കേഡർ വോട്ടുകളിൽ കുറച്ച് പേരൊക്കെ വോട്ട് ചെയ്യുമായിരിക്കാം, അതായത് CPM-ന് കൊണ്ടുപോയി വോട്ട് ചെയ്യുമായിരിക്കാം. പക്ഷേ മറുവശത്തൊരു വലിയ പൊതുസമൂഹമുണ്ട്. ആ പൊതുസമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടത് ദുർഭരണം എങ്ങനെയെങ്കിലും അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ അരിവാൾ ചുറ്റിയ നഷ്ടത്തിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലൊരു വോട്ടിംഗ് അവർക്ക് നടത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും അവരുടെ സ്വാഭാവികമായിട്ട് അവരുടെ ലീഡർഷിപ്പ് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുറച്ച് വോട്ടുകളൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിലുപരിയായിട്ടുള്ളൊരു പൊതുസമൂഹത്തിൻ്റെ പിന്തുണയും വോട്ടും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കള്ളവോട്ട്, BJPയുടെ സഹായം, ഇപ്പോൾ BJPയുടെയും SDPയുടെയും വോട്ടുകൾ ഒരേ സമയത്ത് LDFനായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് LDF പോയത്. അപ്പം അത്തരം വർഗീയ നിലപാടുള്ളവരുടെ വോട്ടുകളും എല്ലാം വാങ്ങിയാൽ പോലും തൃക്കരിപ്പൂരിൽ CPM-ന് LDFന് ഇത്തവണ ജയിക്കാൻ കഴിയില്ല. UDF കേന്ദ്രങ്ങൾ LDFന് പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു മത്സരം കൂടിയാണ്. എന്നാൽ UDFനും വലിയ സ്വാധീനമുണ്ട്. ആ UDF കേന്ദ്രങ്ങളിൽ ഇത്തവണ വലിയൊരു ഓളം തെരഞ്ഞെടുപ്പിലെ പ്രചാരണ സമയത്ത് അതൊക്കെ വോട്ടായി എന്ന് തന്നെയാണ്. UDF കേന്ദ്രങ്ങളിൽ സാധാരണഗതിയിൽ ഉണ്ടാവാത്ത കൂടുതൽ പോളിംഗ് നടന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാ സ്ഥലങ്ങളിലും UDFൻ്റെ സ്വാധീന ശക്തികൾ കേന്ദ്രങ്ങളിലൊക്കെ ഞങ്ങൾ പരമാവധി വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം UDFന് വോട്ട് ചെയ്യുന്ന വിഭാഗം ആളുകളും ഒക്കെ എല്ലാവരും തൊഴിലുള്ളവരും ബിസിനസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തൊഴിൽ തേടി പോയ ആളുകളൊക്കെയാണ്. അപ്പോൾ അത്തരം ആളുകളുള്ള സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും ആ ബൂത്തുകളിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറച്ചൊക്കെ ചില സ്ഥലങ്ങളിൽ കുറവായിരിക്കും. എന്നാൽ പോലും പരമാവധി ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥലത്തുള്ള മുഴുവൻ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മാറും.